നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ PG പോലീസ് സ്റ്റേഷനിൽ ഹോട്ടൽ മാനേജരെയും ഉടമയുടെ മകനെയും മർദ്ദിച്ചതിനു പിന്നാലെ പണം വാങ്ങി പോലീസ് കേസ് ഒതുക്കിയതായി പരാതി. 5 ലക്ഷം രൂപയാണ് പരാതിക്കാരിൽ നിന്ന് വാങ്ങിയത്. SI ആവശ്യപ്പെട്ട പ്രകാരം പരാതിക്കാരൻ ദിനേശിന് പണം നൽകിയതായി ഹോട്ടൽ ഉടമ. അതേസമയം പരാതിക്കാരനായ ദിനേശിനെ ഹോട്ടൽ ഉടമകളും ജീവനക്കാരും മർദ്ദിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ TCVക്ക് ലഭിച്ചു. കോൺഗ്രസ് നടത്തിയ PG പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. വെള്ളറക്കാട് മണ്ണാൻകുന്നിൽ ചെമ്പുപാത്രം മോഷ്ടിച്ച മോഷ്ടാവിനെ നാട്ടുകാർ കൈയോടെ പിടികൂടി പോലീസിലേൽപ്പിച്ചു. പട്ടാമ്പി ഞാങ്ങാട്ടിരി തെക്കേതിൽ മുഹമ്മദ് മുസ്തഫയാണ് പിടിയിലായത്. ചൊവ്വന്നൂരിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. പരിക്കേറ്റ ചൊവ്വന്നൂർ സ്വദേശി ജയറാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി SNDP കൊടുങ്ങല്ലൂർ ലോകമനേശ്വരം ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡ് വിതരണവും ആദരസഭയും സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുൺ ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലം ആഘോഷിക്കാൻ അതിരപ്പള്ളിയിൽ വൻ ജനത്തിരക്ക്. കഴിഞ്ഞ ദിവസം അതിരപ്പള്ളിയിലെത്തിയത് 17,000-ലധികം വിനോദസഞ്ചാരികൾ. KPMS മാള യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യങ്കാളി ജയന്തി ആഘോഷിച്ചു. പൊതുസമ്മേളനം എഴുത്തുകാരൻ ഡോക്ടർ അമൽ C രാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ വർഷം SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ കഴിമ്പ്രം സ്കൂളിലെ വിദ്യാർത്ഥിക്ക് വലപ്പാട് സ്നേഹ കൂട്ടായ്മയും കഴിമ്പ്രം സ്കൂൾ NSS യൂണിറ്റും കൈകോർത്ത് വീടിന്റെ പുനരുദ്ധാരണം പൂർത്തിയാക്കി കൈമാറി. തൃശൂർ സബ് കളക്ടർ അഖിൽ V മേനോൻ താക്കോൽ കൈമാറി. തിരുവല്ലോമല ഗ്രാമീണ വായനശാലയുടെ 77ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി VKN സ്മാരക വായനശാല ഹാളിൽ 6 ദിവസങ്ങളിലായി നടക്കുന്ന നാടകോത്സവത്തിന് നാളെ തുടക്കമാകും. സാംസ്കാരിക സമ്മേളനം സാഹിത്യകാരൻ TD രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ നഗരത്തിൽ പുലിക്കളി നാളെ. നായ്ക്കനാൽ, പാട്ടുരാക്കൽ, അയ്യന്തോൾ, ശങ്കരംകുളങ്ങര, കുട്ടൻകുളങ്ങര, ചക്കാമുക്ക്, സീതാറാമിൽ, വെളിയന്നൂർ യുവജന സംഘം പുലിക്കളി സമിതി എന്നിങ്ങനെ 9 ടീമുകളാണ് ഇത്തവണ പുലിക്കളിക്കുള്ളത്. തയ്യൂർ ആലുക്കൽ ചിറ പാലത്തിനു സമീപം നിർത്തിയിട്ടിരുന്ന JCBയുടെ ബാറ്ററി മോഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് മോഷണം നടന്നത്. KPMS കൊടകര യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ ജയന്തി ആഘോഷം സംഘടിപ്പിച്ചു. ഘോഷയാത്രയ്ക്കു ശേഷം നടന്ന പൊതുസമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ശ്രീനാരായണ ഗുരുജയന്തി. ശ്രീനാരായണ ഗുരുജയന്തിയോടനുബന്ധിച്ച് നാടെങ്ങും വിവിധ പരിപാടികൾ നടന്നു. വാഴാനി ഓണം ഫെസ്റ്റ് സേവ്യർ ചിറ്റിലപ്പള്ളി MLA ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സാഫ് തീരമൈത്രി സംരംഭകരുടെ 50-ലധികം വരുന്ന ഉൽപ്പന്നങ്ങളുടെ പ്രദർശന വിപണന മേളയും സീ ഫുഡ് ഫെസ്റ്റിനും വലപ്പാട് കഴിമ്പ്രം സ്വപ്നതീരം ബീച്ചിൽ തുടക്കമായി. സെപ്റ്റംബർ 6 മുതൽ 9 വരെ നടക്കുന്ന മേള വലപ്പാട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VR ജീത്ത് ഉദ്ഘാടനം ചെയ്തു. ഓണക്കാലത്ത് വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച അവധിക്കാല നാടക ക്യാമ്പ് സമാപിച്ചു. നമ്പഴക്കാട് നടന്ന ക്യാമ്പിന്റെ സമാപന സമ്മേളനം മേജർ PJ സ്റ്റൈജു ഉദ്ഘാടനം ചെയ്തു. പഴഞ്ഞി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുൻപിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്കേറ്റു. ചങ്ങരംകുളം നന്നമുക്ക് സ്വദേശികളായ ചെമ്പത്ത് പ്രണവ്, എഴുത്തച്ഛൻ വീട്ടിൽ വിഷ്ണു, കാറിലെ യാത്രക്കാരിയായ 3 വയസ്സുകാരിക്കുമാണ് പരിക്കേറ്റത്. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ നഗരത്തിൽ നാളെ ഉച്ചതിരിഞ്ഞ് 2 മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് പോലീസ്. രാവിലെ മുതൽ സ്വരാജ് റൌണ്ടിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. പ്രവാസി കൂട്ടായ്മയായ വടക്കാഞ്ചേരി സുഹൃത്ത് സംഘത്തിന്റെ സാന്ത്വനം കാരുണ്യ സാമ്പത്തിക പദ്ധതിയുടെ 2ാം ഘട്ട വിതരണോദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. വേലൂർ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ VSS പ്രസിഡന്റ് അനൂപ് മേനോൻ അധ്യക്ഷത വഹിച്ചു. SNDP യോഗം ചന്ദ്രാപിന്നി ശ്രീകുമാരമംഗലം ശാഖയിൽ ശ്രീനാരായണ ഗുരുജയന്തി ദിനാചരണം നടത്തി. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, ശാഖാ യൂണിയൻ കൌൺസിലർ പ്രചോദ് പണിക്കശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി. SNDP യോഗം തളിക്കുളം അമ്പലനട ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ ജയന്തി സംഘടിപ്പിച്ചു. SNDP നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് ഉദ്ഘാടനം ചെയ്തു.
തിരുവല്ലോമല 2977 SNDP ശാഖയുടെ ആഭിമുഖ്യത്തിൽ ശ്രീനാരായണ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. ശാഖ പ്രസിഡന്റ് പതാക ഉയർത്തി. മാള പുത്തൻചിറ മേഖല ശ്രീനാരായണീയരുടെ നേതൃത്വത്തിൽ ഗുരുദേവ ജയന്തി ആഘോഷിച്ചു. പൊതുസമ്മേളനം മുകുന്ദപുരം യൂണിയൻ പ്രസിഡന്റ് CD സന്തോഷ് ചെറാക്കുളം ഉദ്ഘാടനം ചെയ്തു. PG പോലീസിന്റെ അതിക്രമത്തിനിരയായ ലാലീസ് ഹോട്ടൽ ഉടമ ഔസേപ്പിന് നിയമപരമായ സഹായം വാഗ്ദാനം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ഹോട്ടൽ ഉടമയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ തിരക്കിയാണ് നിയമപരമായ സഹായങ്ങൾ കേന്ദ്രമന്ത്രി വാഗ്ദാനം ചെയ്തത്. സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.